കളമശ്ശേരിയിൽ കണ്ടത് ടീം UDFന്റെ വിജയമെന്ന് VK അബ്ദുൾ ഗഫൂർ. പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ അഴിമതി ആരോപണങ്ങളെ തന്റെ വിജയത്തോടെ ജനം തള്ളിക്കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയിൽ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് UDFന്റെ അബ്ദുൾ ഗഫൂറാണ്. തിളക്കമാർന്നൊരു വിജയം, വളരെ അപ്രതീക്ഷിതമെന്ന് ചിലരെങ്കിലും പറയുമ്പോഴും വളരെ വർക്ക് ചെയ്ത് നേടിയെടുത്തുവെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ നേരത്തെയും നിങ്ങൾ പ്രകടിപ്പിച്ചാണ്. എങ്ങനെയാണ് ഈ വിജയം 100% UDFന്റെ ടീം വർക്കിനുള്ള വിജയമാണ്. കളമശ്ശേരിയിൽ മുമ്പില്ലാത്ത രീതിയിൽ എല്ലാവരും പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ കൃത്യമായി പ്രവർത്തിച്ച് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ താഴെത്തട്ടിൽ എത്തിക്കുന്നതിൽ UDF എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ്. അതിനോടൊപ്പം ജനങ്ങൾ ഈ കളമശ്ശേരിയിൽ വലിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റത്തിന് വേണ്ടിയാണ് കളമശ്ശേരിയിലെ വോട്ടർമാർ വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അവരോടുള്ള നന്ദി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവരോടൊപ്പം ഈ കളമശ്ശേരിയോടൊപ്പം കളമശ്ശേരിയിലെ വോട്ടർമാരോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുകൂടി പറയുകയാണ്. മന്ത്രിയാണ് പരാജയപ്പെട്ടത്. നിരവധിയായ വികസന പദ്ധതികളൊക്കെ ഒരു അവകാശവാദമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം തന്നെ എതിർത്ത് തോൽപ്പിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 5 വർഷം ഇവിടെ നടന്ന പ്രവർത്തനങ്ങളും അതിനു മുമ്പ് 10 വർഷക്കാലത്ത് നടന്ന പ്രവർത്തനങ്ങളും ജനങ്ങൾ കമ്പയർ ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ഇതിനു മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ശ്രീ VK ഇബ്രാഹിം നടത്തിയ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രധാനമായും പറഞ്ഞിരുന്നത് പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള കാര്യമായിരുന്നു പ്രചാരണായുധമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ അതെല്ലാം തന്നെ മാറിയിരിക്കുന്നത് തന്നെയാണോ ജനങ്ങൾ? തീർച്ചയായിട്ടും അതൊക്കെ പൊള്ളയായ ആരോപണങ്ങളായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ട് എന്ന് ഞങ്ങൾ ഗ്രൌണ്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ ഞങ്ങൾ വിജയം പ്രതീക്ഷിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ വലിയൊരു വിജയം ഈ കളമശ്ശേരിയിലെ വോട്ടർമാർ തന്നു എന്നുള്ളതാണ്.